മരുന്ന് കൊടുക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് വരും. അതിനകത്ത് ഈ ഇന്നോവയും 1.25 കിലോയൊക്കെ ഉണ്ട്. അതിന് ചുള്ളിക്കമ്പും കാട്ടുകിഴക്കും. അപ്പൊ ആർക്കെങ്കിലും ഒരു ടോക്ക് ഷോ നടത്തണമെങ്കിൽ ഒന്ന് പരിചയപ്പെടണമെങ്കിൽ ആർക്കൊരു അറിഞ്ഞുകൂടാത്തവരുണ്ടോ പരസ്പരം? എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. ഇപ്പൊ സ്ത്രീ ജനങ്ങൾ തമ്മിൽ പരിചയപ്പെടണം എന്നുള്ളതാണ് പൊതുജന അഭിപ്രായം. സ്ത്രീ ജനങ്ങൾ എന്ത് പറയുന്നു? താഴോട്ട് വീഴരുത്. അപ്പൊ നമുക്ക് അവര് രംഗത്തേക്ക് വരണം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഇത് അത്ര നീളുകളോ? അത്ര ഉള്ളോ? അപ്പൊ നമ്മുടെ സന്തോഷിന്റെ വൈഫാണ് ഏറ്റവും ആദ്യത്തെ കാൻഡിഡേറ്റ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ ഫാമിലി ടൂറിൽ ആദ്യമായിട്ട് വരാൻ തോന്നല്ലേ നമ്മുടെ ഈ ഗ്രൂപ്പിനകത്ത്? കേട്ടിട്ടുണ്ടോ? വണ്ടിയിലുള്ള കാര്യമായിട്ടോ ഈ ടൂറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ ഗ്രൂപ്പിൽ ആദ്യമായിട്ടല്ലേ? അപ്പൊ ഈ ടൂറിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാ വീട്ടിൽ നിന്ന് പറയുന്നത്? പുറത്ത് പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണോ? ആര് കുഴപ്പമില്ലെന്ന്? മൊത്തം കുഴപ്പമില്ലെന്നുള്ള എല്ലാ ഭാര്യമാരും കേൾക്കണേ. മൊത്തം കുഴപ്പമില്ലെന്നുള്ളതാണ് നമ്മുടെ ലീഡർ ഭാര്യ പറയുന്നത്. ആരൊക്കെ ഉണ്ട് കൂടെ? 2 മക്കള്. മൂത്താള് ധനുഷ് 9 പഠിക്കുന്നത്, ഇളയാള് നിതീഷ് 3 പഠിക്കുന്നത്, പിന്നെ പെങ്ങടെ മോളുണ്ട് ആർച്ച 7 പഠിക്കുന്നു. ആർച്ചെന്ന് പറഞ്ഞാൽ ആരോമലിന്റെ സൗകര്യമായിരിക്കും. അല്ല, അവര് 3 പേരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ കൊള്ളായിരുന്നു കേട്ടോ. അവര് 3 പേരും ഒന്ന് എഴുന്നേറ്റ് നിന്നാ കൊള്ളായിരുന്നു. ആ പാട്ടൊന്ന് പാടാവോ? മൈക്കിൽ ഇത്ര നീളമുള്ള എല്ലാരും ഇങ്ങോട്ട് വരണേ. ആർച്ച ആ പാട്ടൊന്ന് പാടാവോ? പുത്തൂരം വീട്ടിൽ ജനിച്ചതെല്ലാം ഇപ്പൊ പോകാറില്ല, അവിടെ കാലാവസ്ഥ മോശമായിരുന്നു. അപ്പൊ ഈ സ്ത്രീജനങ്ങൾ ആരെങ്കിലുമൊക്കെ മുമ്പോട്ട് വന്നാലേ രക്ഷയുള്ളൂ കേട്ടോ. മൈക്കിന് ഇത്ര നീളമുള്ളൂ. രണ്ടാമത്തെ കാൻഡിഡേറ്റ് നമുക്ക് മഹേന്ദ്രന്റെ വൈഫുണ്ട്. അതിന് മുമ്പ് നമുക്ക് അദ്ദേഹം ഒരുപാട് 39 വയസ്സാകുമ്പോ എനിക്ക് 29 വയസ്സ്. എത്രയും കുറയ്ക്കണ്ടായിരുന്നു. അല്ല, നിലവിൽ 10 ഉണ്ട്. അതവള് സമ്മതിക്കത്തില്ല നീ കുറയ്ക്കാൻ. സാറിന്റെ കുടുംബത്തെ പറ്റിയൊന്നും ഈ ടൂറിൽ എന്റെ മക്കളൊന്നും വന്നിട്ടില്ല. മോക്ക് എക്സാം നടക്കുന്നതുകൊണ്ട് വരാൻ പറ്റാത്തതുകൊണ്ട് മോള് വന്നില്ല. രണ്ടാമത്തെ മോനുണ്ട്. മോനും ബാങ്ക് ടെസ്റ്റിന്റെ കോച്ചിങ്ങിന് പോണം. അത് കാരണം മോനും വന്നില്ല. അതൊന്നും എക്സ്ക്യൂസ് അല്ല. അത് നമ്മളെ കയ്യിരിക്കുന്ന കാര്യം. ഭയങ്കര നീളവും മണ്ണും ഒക്കെ ആയിപ്പോയി. നമ്മള് പറഞ്ഞ കേൾക്കുന്നില്ല. പിന്നെ മൂത്താളുടെ കാര്യം പറ. മൂത്താള് ബാംഗ്ലൂരിലാണ് ജോലി. അയാളുടെ വൈഫുണ്ട് വീട്ടില്. മോൻ നാളെ വരും. അപ്പൊ അവരെല്ലാരും കൂടെ അവിടെ. നാളെ വരുന്നത് പ്രമാണിച്ച് മരുമോളും വരുന്നില്ല. അല്ലല്ല, വയസ്സ് 29. ഞങ്ങളുടെ കുറച്ച് ശൈശവ വിവാഹമായിരുന്നു. പണ്ട് ഗാന്ധിയുടെ കാലഘട്ടം കഴിഞ്ഞു ശൈശവ വിവാഹം ചെയ്ത് ഏറ്റവും വലിയ ഒരു ധൈര്യമുള്ള ദമ്പതികൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു തോന്നുന്നു. പ്രത്യേകിച്ചൊരു സമയം പറയാനല്ല, ഞങ്ങൾക്ക് തന്നെ ഓർമ്മയില്ലാത്ത ഒരു കാലം, ഏതോ ഒരു കാലം അന്ന് കഴിഞ്ഞ കല്യാണം. അതിനെപ്പറ്റി ഇപ്പൊ ചോദിച്ച് ഞങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. മൂത്ത മോൻ എത്ര വയസ്സായി? നിങ്ങൾ എന്താ പറഞ്ഞാലും ശരി തന്നെ. ഞങ്ങൾ മൂത്ത മോന് എന്തായാലും കല്യാണം കഴിക്കാനുള്ള പ്രായമായി. കല്യാണം കഴിച്ചു. കഴിഞ്ഞ കൊല്ലമായിരുന്നു കല്യാണം കഴിച്ചത്. അവന്റെ പ്രത്യേക വരവ് പ്രമാണിച്ച് അല്ലെങ്കിൽ മരുമോളെയും കൂടെ ഞങ്ങൾ കൊണ്ടുവന്നേനെ. മരുമോൾക്ക് എത്ര വയസ്സായി? മരുമോള് അവന് കല്യാണം കഴിക്കാവുന്ന പ്രായത്തിനൊത്ത വയസ്സ് തന്നെ. ഏതായാലും
അതിരിക്കട്ടെ, ഇത്രയും ഈ സുദീർഘമായ, വളരെ ശൈശവവിവാഹമായിരുന്നു പറഞ്ഞല്ലോ, സുദീർഘമായ ഈ കുടുംബജീവിതത്തിൽ ഒരുപാട് പൊട്ടലും ചീറ്റിലും ഒക്കെ ഉണ്ടായില്ലേ? അത് വളരെ ഈ ശാന്തമായ ഡോൺ എന്നൊക്കെ പറയുന്ന പോലെ ശാന്തമായ കല്യാണമായിരുന്നു. ശാന്തമായ വിവാഹ ജീവിതമായിരുന്നെങ്കിൽ എപ്പോഴും തെറ്റിപ്പിരിച്ചു പോയത്. ഹോട്ടലും ചീറ്റിലും ഉള്ളതുകൊണ്ടായി ഇത്രയും പിടിച്ച് കിടക്കുന്നത്. അല്ലാതെ ആർക്കും വേണമെങ്കിലും ചിന്തിക്കാം, ശാന്തമായിട്ട് ഒരുമാതിരി നമ്മുടെ ECG പോകുന്ന പോലെ പോവുകയാണെങ്കിൽ ഇതൊക്കെ എപ്പോഴും പൊട്ടിച്ചീറ്റി പോയത്. അല്ല, ഞങ്ങൾക്ക് അറിയേണ്ടത് ഈ വിവാഹ ജീവിതത്തിലെ ചില എടുത്തു പറയത്തക്ക ചില സംഭവങ്ങൾ കാണും. അത് ചേച്ചി പറഞ്ഞാൽ മതി, സാറ് പറയണ്ട. സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള അല്ല പറയണേ, വെറുതെ ചിരിച്ചിരുന്നോണ്ട് കാര്യമില്ല. നാണാന്ന് ചേച്ചി പറയുന്നത്. നാണമാന്ന് പറഞ്ഞു. ഇനിയിപ്പോ എന്താ പറയാനോ? ഒന്നുകൂടെ പറയണോ? നാണമാണ്. അല്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ ഉറക്കെ പറയാ, നാണമാണ്. ആ ബാക്കിലെ കുടുംബം കേട്ടില്ലെന്ന്. ബാക്കിലെ ഒരു ഏകാക്ക കുടുംബമുണ്ട്. അപ്പൊ സന്തോഷിന്റെ കാര്യം നേരത്തെ തന്നെ പറഞ്ഞു കേട്ടോ, എല്ലാം വളരെ മാന്യന്മാരാണ്, വളരെ നല്ല ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇനി മഹേന്ദ്രന്റെ ശ്രീമതി ഒന്ന് പരിചയപ്പെടാം അല്ലെ? മുമ്പോട്ട് വന്നെങ്കിലേ പറ്റുള്ളൂ, മൈക്ക് അവിടം വരെ എത്തില്ല. പണ്ട് നമ്മൾ ഇതിനു വേണ്ടി ചെയ്തായിരുന്നു. ഇത്ര നീളമുള്ളൂ. എന്നെ തന്നെയാണോ എന്ന് മഹേന്ദ്രൻ ചോദിക്കുന്നത്. ഹലോ, പ്രിയപ്പെട്ട രവി സാർ, മറ്റ് സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ ഫാമിലിയെ പരിചയപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും എൻ്റെ വൈഫ് സീന ഈ ടൂറിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. പിന്നെ എന്റെ സ്നേഹനിധിയായ 2 മക്കളും ഇതിൽ കൂടെയുണ്ട്. മൂത്ത മോള് ഇനി 10th സ്റ്റാൻഡേർഡിലാണ്. മോൾ എഴുന്നേറ്റ് ഇരുന്ന് എല്ലാവരെയും മോള് ആര്യ, ഇനി രണ്ടാമത് ആലു. എഴുന്നേറ്റില്ല മോള്. ഇതാണ് 7th സ്റ്റാൻഡേർഡിലാണ്, മൗണ്ട് കാർമലാണ്. പിന്നെ മൂത്ത മോളുടെ കാര്യം പറഞ്ഞില്ല. മൂത്ത മോളും അതല്ലല്ലോ, പിന്നെ കത്തിയില്ല. തീർച്ചയായിട്ടും മൂത്ത മോള് സീന ഒന്ന് എഴുന്നേറ്റ് നിന്ന്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അതായത് ഇപ്പോഴും ജീവിതത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണല്ലേ? ഹോം സയൻസ് ആണ്. നല്ല പാചകമൊക്കെ ചെയ്തു തരും. ഞങ്ങൾ വളരെ സന്തോഷ കുടുംബമാണ്, ഹാപ്പിയാണ്. വാചകമൊക്കെ നല്ല അടിപൊളി വാചകമാണ്. പഠിക്കുവോ? പഠിക്കുവോ? പിന്നെ അതുപോലെ സാർ പറഞ്ഞതുപോലെ ഞങ്ങളും സീനയ്ക്ക് 30 വയസ്സും എനിക്ക് 30 വയസ്സാവും. തയ്യാറിയിൽ പോയതെല്ലാം പുറകോട്ട് പോവുക. ശരി, ടൂർ തീർച്ചയായിട്ടും വളരെ ഹാപ്പി ആയിരിക്കുന്നു. ഞാൻ ആയിരിക്കണമെന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവമേ, ജീവിതത്തിന്റെ ഒരു ഘട്ടം താങ്ങിയ ഒരു ദമ്പതിമാരുണ്ട് ഇവിടെ. അവർക്ക് ഒരുപാട് ചരിത്രങ്ങളൊക്കെ പറയാനുണ്ട്. അതൊക്കെ ഈ മൈക്കിൽ കൂടെ പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതെ, നമ്മളൊരുപാട് ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട്. താടി വെച്ച ദമ്പതികളാണ്. വിപ്ലവം സൃഷ്ടിച്ച ഒരു വിവാഹത്തിലൂടെ ജീവിതത്തിന്റെ മറ്റൊരു ഘട്ടം താണ്ടിയ ഒരു കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. ശിവജി വിപ്ലവ നായകനാക്കി. വിപ്ലവം എന്ന് പറയത്തക്കതായിട്ടുള്ള വലിയ പ്രശ്നങ്ങളൊന്നും അല്ലായിരുന്നു. എന്നാൽ വിപ്ലവം ആണെന്ന് വെച്ചാൽ വിപ്ലവം തന്നെയാണ്. ജീവിതം തന്നെ ഒരു വിപ്ലവമല്ലേ? അപ്പൊ അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, ഇതില് തോക്കെടുക്കുന്നത് ചിലപ്പോ ഞാൻ തന്നെ ആയിരിക്കും മിക്കവാറും. അത് സ്വയം വെടിവെക്കാനായിരിക്കും ചിലപ്പോ. പിന്നെ കേട്ടില്ല, അതാ തടസ്സം നിൽക്കും ചിലപ്പോ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞ പോലെ തന്നെ ഒരു ജീവിതത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞ് നിൽക്കുന്നൊരു
അങ്ങ് എത്തിയില്ല, കുറച്ചുകൂടെ സമയമുണ്ട്. ഇനിയുള്ള ചില ഘട്ടങ്ങളിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പുറകില് ഇല്ല, മോൻ കൂടെ ഇല്ല. മോന് കോളേജിലാണ്. അവന് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വന്നിട്ടില്ല. തേർഡ് ഇയർ ബിടെക്കാണ്. മോൻ ആരുടെ കൂടെ എന്നുള്ളത് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. പാട്ട് 3 മാസം കൂടി കഴിഞ്ഞിട്ട് അവസാനം പഠിച്ചാൽ താരാട്ടുപാട്ട് പഠിക്കട്ടെ. അടുത്ത ടൂറിനെ ഞാൻ 3ാമത്തെ ടൂറാണ്. അന്ന് നല്ല സന്തോഷമായിട്ടുള്ള ടൂറായിരുന്നു. ആർക്കെങ്കിലും പ്രായം കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? കണ്ടോ കൂടുതൽ ഈ കൂട്ടത്തിലോ? അജി ശരിക്കും ചെറുപ്പായി. അതെപ്പോഴും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. ആർക്കും പ്രായമാകുന്നില്ല. ഇല്ല ഇല്ല ഇല്ല, എല്ലാവരും പ്രായം കുറഞ്ഞു പോയി. ആയിരിക്കട്ടെ. ശിവജി ഉറക്കുന്നത് താരാട്ട് പാടുന്ന പാടാവോ? അതിപ്പോ പാടണ മൂടിലല്ല. എന്റെ പേര് ബാബു ചന്ദ്ര. എന്റെ വൈഫിന്റെ പേര് ബാബു ചന്ദ്ര കാണി. വൈഫിന്റെ പേര് സമു. സമു കാണി. വയസ്സ് 23. 2 മക്കള്. മൂത്ത മോള് 28 വയസ്സ്, മോന് 27 വയസ്സ്. 2 പേരും USA പഠിക്കുന്നത്. 28ഉം 27ഉം. സമയം കുറച്ച് കുറവാണ്. എവിടെ പോകുന്നറിയാൻ വയ്യ, എങ്ങോട്ട് പോകുന്നറിയാൻ വയ്യ. വണ്ടി കയറാൻ പറഞ്ഞ് കയറി. ഇത് ആരാണ് നായകനെന്നോ നായികയെന്നോ നായികമാരെന്നോ അറിയില്ല. പക്ഷെ ഒരു സന്തോഷം, എന്റെ ഭാര്യ മുസ് അട്ടപ്പാടിന്ന് കയറും. അതുവരെ നിങ്ങളെല്ലാവരും ശാന്തരായി, ആകാംക്ഷ ഭരിതരായി കാത്തിരിക്കുക. കാണുമ്പോൾ ഭയക്കരുത്. അത്രയ്ക്ക് ആമുഖമായിട്ട് പാടാൻ പറ്റിയ പാട്ടുകൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് നമുക്ക് ആലോചിക്കാം. മോള് പറ, ഈ അട്ടപ്പാടിയില് ഏത് പാട്ടാണ് പാടേണ്ടത്? മൈലമ്മ. ഇങ്ങനെ മുത്തങ്ങ പുഴുത്ത് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ആ മുത്തങ്ങ പറിക്കാനായിട്ട് കുറെ ആൾക്കാർ വന്നപ്പോഴാണ് ഞാൻ പോലീസുകാരെ കൊണ്ട് വെടിവെപ്പിച്ചത്. അല്ലാതെ ഞാനായിട്ട് മുത്തങ്ങ ആരെയും പറിപ്പിച്ചതല്ല. എവിടെ നിന്ന് വന്ന് ഞാൻ എങ്ങോട്ട് പോകും? ഒരു ഭക്തിഗാനത്തോട് തുടങ്ങാം. ചെല്ലുമേടയിലിരും എന്നെ കല്ലെറിയല്ലേ എന്നെ കല്ലെറിയല്ലേ. പാമ്പുകൾക്കുമാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിനിടമില്ല. ഇതിന്റെ ബാക്കി ഗാനങ്ങൾ ആലപിക്കുന്നതിനുമായിട്ട് നമ്മുടെ കൊച്ചു സഹോദരന്മാരെയും സഹോദരിമാരെയും വിളിക്കുകയാണ്. ആർക്കും ഇത് പിടിക്കാവുന്നതാണ്. അദ്ദേഹം സഹകുടുംബം എത്തിയിരിക്കുകയാണ്. അതെ, അദ്ദേഹത്തിന് ഒരുപാട് പടിഞ്ഞാറോട്ട് നോക്കണം. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഈ ഗ്രൂപ്പില് ആദ്യമായിട്ടാണ് ഞാൻ കുടുംബമായിട്ട്, അല്ലാതെ ബാച്ചിലേഴ്സായിട്ട് നമ്മൾ പോയിട്ടുണ്ട്. അന്നൊക്കെ വളരെ മനോഹരമായ ടൂറുകളാണ് നടന്നിട്ടുള്ളത്. ഇപ്പോഴും അതുപോലെ തന്നെ ആകണം എന്ന് ആശംസിക്കുന്നു. എനിക്ക് 2 മക്കൾ. മൂത്തത് അമൃത,
ഇപ്പൊ +2 കഴിഞ്ഞ് നിൽക്കുന്നു. മകൻ അഭിജിത്ത് പഠിക്കുന്നു. വൈഫ് അപ്പിക ഹൗസ് വൈഫാണ്. കാണാൻ പോലും കൂടുതലൊന്നും പറയാനില്ല. സ്മരണകൾ എപ്പോഴും ഒപ്പിയെടുക്കുന്ന അഗ്രവാളികളിലേക്ക് പകർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരനുണ്ട് നമ്മുടെ കൂടെ. അതെ 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 അതെ, അദ്ദേഹം സുരേഷ് ഗോപിയുടെ ഒക്കെ ഒരു ബന്ധുവാണ്. മൈക്ക് അദ്ദേഹത്തിന് കൈമാറുകയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴെനിക്ക് സത്യത്തില് വളരെ സന്തോഷമുണ്ട്. അതിന് ഞാൻ ആദ്യം നന്ദി പറയുന്നത് എല്ലാവർക്കും വേണ്ടി ഗോദ്രേജിന്റെ മുതലാളിയോട്. കാരണം നമ്മളെയൊക്കെ ചെറുപ്പത്തിലേക്കും യുവത്വത്തിലേക്കും കൊണ്ടുവരുന്ന അവർക്ക് നന്ദി.